നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല ദൈവസാന്നിധ്യത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കൂടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാമത്തെ അധ്യായം. Spirit of glory, al bright house, Spirit of God, Mautiniga Shamtuni. അതിൻ്റെ 1-2 വാക്യങ്ങൾ. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 51-ാമത്തെ അധ്യായം. തിരിഞ്ഞു നോക്കുന്നത് ശരിയല്ല എന്ന് പഠിപ്പിക്കുന്ന ഈ പുസ്തകത്തിനകത്ത് തിരിഞ്ഞു നോക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് 51-ാമത്തെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ അധ്യായം. കലപ്പമേൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ, നോക്കേണ്ടതിനെ നോക്കാതെ, ഓർക്കേണ്ടതിനെ ഓർക്കാതെ, കാണേണ്ടതിനെ കാണാതെ, കരുതേണ്ടതിനെ കരുതാതെ മുൻപോട്ട് പോകുന്ന ചിലരോട്, ഇസ്രായേൽ ജനത്തോട്, യഹൂദയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞു നോക്കണം. നിങ്ങൾ തിരിഞ്ഞു നോക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു വിളിച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് തിരിഞ്ഞു നോക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴാണ് തിരിഞ്ഞു നോക്കുക? നിങ്ങൾ തിരിഞ്ഞു നോക്കുക ഒന്നുകിൽ ഒരു വിളി ശബ്ദം നിങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കത്തക്ക ഒരു സ്വരം നിങ്ങൾ പിൻപിൽ കേൾക്കണം. ഇവിടെ 51-ാമത്തെ അധ്യായം യഹൂദയുടെ മേലുള്ള കർത്താവിന്റെ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമാണ് പ്രസ്താവിക്കുന്നത്. ഭൂതകാല ചരിത്രത്തിൽ നിന്നുമുള്ള ഇസ്രായേലിന്റെ ആരംഭമാണ് 1-ാമത്തെ വാക്യം. നീതിയെ പിന്തുടരുന്നവരും. ഇസ്രായേലിൽ തന്നെ ചില വ്യക്തികൾ 10ഓളം ഗോത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ട് 2ഓളം ഗോത്രത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു ഭാഗമാണ് ഈ പറഞ്ഞ വാക്യം. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ. സിയോനെ അല്ലെങ്കിൽ യഹൂദയെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന ദൈവം ശമരിയെയോ 10 ഗോത്രദേശത്തെയോ കുറിച്ച് ഒന്നും പറയാതെ എല്ലാ ഇസ്രായേലിനെയും യഹൂദ പ്രതിനിധാനം ചെയ്യുന്നില്ലെങ്കിൽ യെശയ്യാവിന്റെ ഇസ്രായേലുമായി 10 ഗോത്രങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലെന്നാണ് ഞാൻ ചരിത്ര പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞത്. ഇവിടെ നോക്കിയേ, ദൈവം തിരിച്ചു വിളിക്കുന്ന, ദൈവത്തിന്റെ വിളിയുള്ള, ദൈവം സ്നേഹിക്കുന്ന, ദൈവം കുഴിച്ചെടുത്ത, ദൈവം കണ്ട ജനം. പഴയ നിയമമാണ്. അപ്പൊ ചരിത്രത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് സംസാരിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒത്തിരി ചരിത്രങ്ങൾ ഉപയോഗിക്കാതെ എന്താണ്
വായിച്ചതായ വചനത്തെ കൊണ്ട് ദൈവം എന്നോടും നമ്മോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന ഒരു ബോധ്യം ഇതാണ്: ദൈവം തിരിഞ്ഞു നോക്കാൻ ചിലരോട് ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും മുൻപോട്ട് പോകാനാണ് ഇഷ്ടം. ആർക്കും പഴയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇഷ്ടമല്ല, പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇഷ്ടമല്ല, പഴയ ഓർമ്മകൾ കൊണ്ടു നടക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ ദൈവം തിരിഞ്ഞു നോക്കാൻ പറയുന്ന ഒരു സന്ദർഭത്തെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. തിരിഞ്ഞു നോക്കുക. ആരെയാണ് ദൈവം തിരിഞ്ഞു നോക്കാൻ ആവശ്യപ്പെടുന്നത്? വിളിയുള്ളവനെ തിരിഞ്ഞു നോക്കാൻ ആവശ്യപ്പെടുന്നു. പറഞ്ഞു നിർത്തിയത് ഇവിടെയാണ്. എപ്പോഴാണ് ഒരു വ്യക്തി തിരിഞ്ഞു നോക്കുന്നത്? ഒന്നുകിൽ ഒരു വിളി ശബ്ദം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കത്തക്ക ഒരു സ്വരം, ഒരു കാരണം അവന്റെ പിൻപിൽ നടന്നു എന്നവന് തോന്നുമ്പോൾ. ഇന്ന് തോന്നലുകളല്ല ക്രിസ്തീയ ജീവിതം. നാം നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചതല്ല നമ്മുടെ ജീവിതത്തിലെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ. എന്നാൽ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നോക്കി വേദപുസ്തക അടിസ്ഥാനത്തിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ദീപു എന്ന ഞാൻ എന്റെ യേശുവിന്റെ അനുയായി ആയത് ഇന്നലെ ദൈവം എന്നെ കണ്ടതുകൊണ്ടല്ല, കാലനിർണയത്തിനു മുൻപേ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും ഒക്കെ കണ്ടതുകൊണ്ട് നമ്മെ വിളിച്ചിട്ട ഒരു വലിയ വിളിയുടെ അനുസരണങ്ങളാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നു എന്നുള്ളത്. ഇവിടെ ദൈവം വിളിക്കുന്നു, ദൈവം കണ്ടിരിക്കുന്ന ചിലരെ വിളിക്കുന്നു, ദൈവം സ്നേഹിക്കുന്ന ചിലരെ വിളിക്കുന്നു, ദൈവം കാണുന്ന ചിലരെ വിളിക്കുന്നു, ആരുമില്ലാത്ത ചിലരെ വിളിക്കുന്നു. അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെയാണ് ആ വാക്യം പറഞ്ഞത്: അവൻ ഏകനായി ഞാൻ അവനെ വിളിച്ചു, ഏകനായി ഞാൻ അവനെ വിളിച്ചു. വാവ്, അതൊരു ഭയങ്കര പ്രൊഫറ്റിക്കൽ വേർഡാണ്. ഏകനായി വിളിച്ചു. സുഹൃത്തെ, നിന്നെ 10 പേർ കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ 5 പേരെങ്കിലും ഉണ്ടാകണം, ഉണ്ട് എന്നറിഞ്ഞിരിക്കണം. നിങ്ങളെ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് തോന്നണം. നിങ്ങളെ ഒരു ഫ്രണ്ടായിട്ട് ഒരു വ്യക്തി കൂട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൂട്ടിയാൽ വേറൊരു 5 ഫ്രണ്ടും കൂടെ നിങ്ങളുടെ കെയർ ഓഫിൽ അവർക്ക് കിട്ടും എന്നെങ്കിലും ഒന്ന് തോന്നിയാലേ നിങ്ങൾ ചിലരുടെ ഫ്രണ്ട് ആകുന്നുള്ളൂ. എന്നാൽ അബ്രഹാമിനെ ദൈവം കൽദയ ദേശത്ത് നിന്ന് വിളിച്ചു വേർതിരിച്ചപ്പോൾ, കൽദയയിൽ വിഗ്രഹാരാധനയിലിരുന്ന അബ്രഹാമിനെ ദൈവത്തിന്റെ ആത്മാവ് തെരഞ്ഞെടുത്തപ്പോൾ വചനം പറയുന്നു, അവനെ ഏകനായി വിളിച്ചു, ഏകനായി വിളിച്ചു. ഒറ്റപ്പെടലിന്റെ നടുവിൽ ഒരു ദൈവ ശബ്ദം കേട്ടിറങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുഞ്ഞെ നീ ഇറങ്ങിയത് തെറ്റിപ്പോയിട്ടില്ല. വിളി കേട്ടിറങ്ങി അബ്രഹാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ അവനെ അനുഗ്രഹിച്ചു എന്ന് പറയാനല്ല, അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു എന്ന് പറയാനുമല്ല, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ഐശ്വര്യമായി അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു എന്നാണ് കാണുന്നത്. ഐശ്വര്യമായി അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ഒരു ദൈവ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ വിളിയുടെ ഉദ്ദേശം ഇതാണ്: നീ വർദ്ധിക്കുക, നിന്റെ ശൂന്യ പ്രദേശങ്ങൾ പണിയുക, നിന്റെ ശൂന്യ പട്ടണങ്ങൾ പണിയുക, നിന്റെ തകർച്ചയിൽ നിന്ന് നിന്നെ ഉദ്ധരിക്കുക. ഇത് ദൈവത്തിന്റെ വലിയ ഉദ്ദേശമാണ്. ഇത് ദൈവത്തിന്റെ വലിയ ഉദ്ദേശമാണ്. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്നതിന് മുന്നേ ആർക്കാണ് ഈ അനുഗ്രഹങ്ങൾ സിദ്ധിക്കുന്നതെന്ന് നോക്കുക. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവർക്കും, ദൈവത്തിന്റെ വിളിയുള്ള നമ്മൾ ഓരോരുത്തരും നീതിയെ പിന്തുടരുന്നുവെങ്കിൽ, കർത്താവിന്റെ യഹോവയെ അന്വേഷിക്കുന്നു എന്നുണ്ടെങ്കിൽ, കർത്താവ് നോക്കാൻ പറഞ്ഞിടത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നെഹമ്യാവിന്റെ പ്രവചന പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് നോക്കി. ഇനി ഞാൻ ഈ വിളിയുടെ പ്രത്യേകതയെക്കുറിച്ചാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ നെഹമ്യാവിന്റെ പുസ്തകം നെഹമ്യാവിന്റെ പ്രവചന പുസ്തകം ഒന്നെടുത്ത്, നെഹമ്യാവിന്റെ പ്രവചന പുസ്തകം 9-ാമത്തെ അധ്യായം
ജീസസ്. ഈ വചനം നോട്ട് ചെയ്ത് വെക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ വിളിയുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ വചനം കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ സഹായകരമായിരിക്കും. അതിൻ്റെ 9-ാമത്തെ അധ്യായം, അതിൻ്റെ 29-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം നോക്കി. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് 7-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അബ്രാമിനെ തെരഞ്ഞെടുത്ത്, അബ്രഹാമല്ല, അബ്രാമിനെ തെരഞ്ഞെടുത്ത്, നിങ്ങൾ വാക്യം ശ്രദ്ധിക്കണേ, അബ്രാമിനെ തെരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് അബ്രാഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. ദൈവത്തിന്റെ വിളി, കുഞ്ഞെ ഇനി ശ്രദ്ധിക്കണം, കെയർലെസ് ആയിട്ടിരിക്കല്ല. ദൈവത്തിന്റെ വിളി താങ്കളുടെ മേലുണ്ടെങ്കിൽ ഒന്ന്, നിലവിലുള്ള നിന്റെ പേരും അർത്ഥവും മാറും. കാര്യത്തിൽ പെട്ടെന്ന്, ഇപ്പൊ ഞാൻ തന്നെ വായിച്ചപ്പോ പെട്ടെന്ന് അബ്രഹാം എന്നാ വായിച്ചത്. അബ്രാം എന്ന് വായിക്കേണ്ടതിന് ഞാൻ തന്നെ പെട്ടെന്ന് അബ്രാം എന്നാ വായിച്ചത്. അബ്രാം എന്ന് വായിക്കേണ്ടത് ഞാൻ തന്നെ പെട്ടെന്ന് അബ്രഹാം എന്നാ വായിച്ചത്. നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ കാര്യമായ വ്യത്യാസങ്ങൾ ദൈവത്തിന്റെ വിളി താങ്കളുടെ മേൽ വീണാൽ ഉണ്ടായിരിക്കും. സാധാരണ നോട്ടത്തിൽ ഇവ മാറിയോ എന്ന് നമുക്ക് തോന്നത്തില്ല. പക്ഷേ അബ്രാമിന്റെ സ്വഭാവം ദൈവത്തെ അതുപോലെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവവും അനുസരണയുള്ള ഒരു ജീവിതവും നീതിപൂർവമായ ഒരു ജീവിതം ആയതുകൊണ്ട് ദൈവം ആദ്യം തന്നെ വിളിച്ചപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? അബ്രാം എന്ന പേരിനെ അബ്രഹാം എന്നൊരു പേരിലേക്ക് ദൈവം മാറ്റി. ദൈവത്തിന്റെ വിളി നിന്റെ ജീവിതത്തിൽ വീണിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വിളിക്കനുസരിച്ചുള്ളൊരു ജീവിതവും ചുവടുവയ്പുമാണ് താങ്കളുടേതെങ്കിൽ, കൽദയ ദേശത്ത് നിന്ന്, കൽദയ പട്ടണത്തിൽ നിന്ന്, കൽദയ പട്ടണമായ ഊരിൽ നിന്ന് തന്നെ വിളിച്ചിറക്കിയ ഉടൻ എൻ്റെ പേരും നിലവാരവും ജീവിതം മാറ്റണം എന്നൊന്നും കണ്ടീഷൻ വെക്കാതെ, കേട്ടത് ദൈവശബ്ദമാണെന്ന് ഉറപ്പിച്ച് ഇറങ്ങാൻ ആ മനുഷ്യൻ കാണിച്ചതിൻ്റെ ബ്ലെസ്സിംഗ് ആണ് തൻ്റെ പേരിനെ ആദ്യം മാറ്റി എന്നുള്ളത്. അബ്രാമിനെ അബ്രാഹാം എന്ന പേരാക്കി മാറ്റിയതൊരു മനുഷ്യനല്ല സുഹൃത്തെ, സാക്ഷാലാകുന്ന ദൈവമാണ്. അത് നെഹമ്യാവ് സാക്ഷ്യപ്പെടുത്തിയേക്കുന്നത്, അവൻ അങ്ങനൊരു പേരിട്ട യഹോവ നീ തന്നെ. ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്തത് എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. ഈ ലോകത്തിൽ ആർക്കും നൽകാൻ കഴിയാത്തത് എൻ്റെ ദൈവത്തിന് നൽകാൻ കഴിയും. ഇന്ന് നിങ്ങളുടെ പേരിനോടുകൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ചില പേര് ദോഷങ്ങളെ പരിശുദ്ധാത്മാവിന്റെ വിളിയുള്ള നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റും. ഇന്ന് നിന്റെ പേരിനോട് ചേർത്ത് പറയുന്ന ചില ആരോപണങ്ങളെയും നിന്റെ പേരിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങളെയും പരിശുദ്ധാത്മാവ് ഈ വചനത്തിന്റെ ശക്തിയാൽ പൊട്ടിച്ചു കളയും. എന്തു ചെയ്യണം? ഞാനതിന് ഒന്നും ചെയ്യണ്ട. ദൈവത്തിന്റെ നീതി അന്വേഷിച്ച് പിന്തുടരുന്ന താങ്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്തിരിക്കും. ഒന്ന്, പേര് മാറ്റിയ ഒരു ദൈവം. ദൈവം തിരിഞ്ഞു നോക്കാൻ പറയുന്നത് എന്താണെന്നറിയാമോ? താങ്കളോട് ദൈവം തിരിഞ്ഞു നോക്കാൻ പറയുന്നത്, ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹ പുരുഷന്മാരുടെ ജീവിതത്തിൽ ആ വിളി കിടന്നതുകൊണ്ടുള്ള മഹത്വം എന്താന്ന് തിരിച്ചറിയാനാണ്. ചിലരൊക്കെ മറന്നു ജീവിക്കുന്നു, ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കുന്നു, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ മറക്കുന്നു, ദൈവം ചെയ്തു തന്ന നന്മകൾ മറക്കുന്നു. പക്ഷേ നെഹമ്യാവിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന്റെ വിളി നിന്റെ മേൽ വന്നാൽ നിന്റെ പേര് തന്നെ മാറും. ചിലരുടെ ജീവിതത്തിൽ നിന്റെ പേര് സംസാരിക്കാൻ സമയമായി. ചില കുടുംബങ്ങൾക്കകത്തേക്ക് നിന്റെ പേര് പറയാൻ സമയമായി. പേര് വെട്ടിക്കളഞ്ഞ നിന്റെ പേര്, നിന്റെ കുടുംബത്തിലെ പേര്, തലമുറകളുടെ പേര് വെട്ടിക്കളഞ്ഞ ഇടത്തു നിന്ന് നിന്റെ പേര്
അടുത്ത് വരുമാറ് ദൈവം ചില പ്രവൃത്തികൾ ചെയ്യാൻ സമയമായി. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താണ് ദൈവാത്മാവ് പറയുന്നതെന്നറിയാം. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഓ ശഖാഥലബാഖാസിയ. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്കെന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ എലീയേസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ അവന്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു എന്ന് പറഞ്ഞ് താഴേക്ക് വായിക്കുമ്പോൾ, യഹോവ പറഞ്ഞ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചതുകൊണ്ട് തലമുറകൾ നക്ഷത്രങ്ങൾക്ക് സമാനമായി മാറി. എന്നാൽ കർത്താവ് അബ്രഹാം ആകുന്നതിന് മുന്നേ അബ്രാമിനോട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? പേര് മാറ്റുന്നതിന് മുന്നേ പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. I am your shield, your reward shall be very great. I am your shield. ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ, സുഹൃത്തെ, നമ്മളൊക്കെ ദൈവിക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലേ? എന്നാൽ പ്രാർത്ഥിക്കാതെ ദൈവം സ്നേഹിച്ച അബ്രാമിനോട് ദൈവം പറഞ്ഞ വാക്ക് I am your shield എന്നാണ്. പരിച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, റോമാക്കാരുടെ കയ്യിലിരിക്കുന്ന പരിച എന്ന് വെച്ചാൽ അവരുടെ ശിരസ് മുതൽ അവരുടെ പാദം വരെ കവർ ചെയ്യുന്ന പരിചയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ എടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞാലും അവർക്ക് ആ പരിചയം എടുത്ത് കാണിക്കേണ്ട താമസമേ ഉള്ളൂ. അത് അതിൽ തട്ടി തകർന്നു മാറിക്കോളും. അത്രയും കട്ടിയും കനവുമുള്ള പ്രൊട്ടക്ഷനുള്ള ഒരു ഷീൽഡാണ് ഇവിടെ പറയുന്ന ഈ ഷീൽഡ്. നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ റൗണ്ടിലുള്ള ഷീൽഡ് അല്ല, ഈ രീതിയിലുള്ള ഒരു ഫുൾ ഷീൽഡാണ്. ഐ ആം യുവർ ഷീൽഡ് എന്ന് പറയുമ്പോൾ ദൈവം തെരഞ്ഞെടുത്തൊരു വ്യക്തിക്ക് നേരെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ എന്തൊന്നു തന്നെ എയിം ചെയ്ത് എറിഞ്ഞാലും അതൊന്നും ആ മനുഷ്യന്റെ മേൽ കൊള്ളാത്ത തരത്തിൽ, എന്നാൽ അവന്റെ നേരെ വരുന്നു എന്ന് തോന്നും, പക്ഷെ സകലതും ആ ഷീൽഡിൽ തട്ടി മാറുന്നത് പോലെ ദൈവം തെരഞ്ഞെടുത്ത നിങ്ങൾക്ക് ചുറ്റും ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന, ദൈവം തന്നെ പ്രോമിസ് ചെയ്തിരിക്കുന്ന, അബ്രഹാമിനോട് ചെയ്ത ആ വാഗ്ദത്തം അവന്റെ സന്തതികളിലേക്ക് കൈമാറിപ്പോയി. ഇന്ന് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് പോലും അതേ ദൈവിക സംരക്ഷണം നൽകുന്ന ആ ഷീൽഡ്, ഒരു വിളിയുള്ള, ഈ തെരഞ്ഞെടുപ്പുള്ള, ഇന്ന് ഈ പറയുന്ന ദൂതിലേക്ക് തിരിഞ്ഞു നോക്കുന്ന നിങ്ങൾക്കും കൂടെ ഉള്ളതാണെന്ന് ഞാൻ ആത്മാവിൽ ഈ ആലോചന കൈമാറട്ടെ. ഗ്ലോറി ടു ജീസസ്. അബ്രാമിന്റെ പരിചയും പ്രതിഫലവും അതിമഹത്തായ പ്രതിഫലവുമായി മാറുന്ന ദൈവം. വിളിയുള്ളവന്റെ രണ്ടാമത്തെ പ്രത്യേകത, അവന് ദൈവികമായ ഒരു സംരക്ഷണമുണ്ട്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയാണോ? നിശ്ചയമായി നിങ്ങൾക്ക് ദൈവികമായ ഒരു സംരക്ഷണമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് നോക്കി. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. വിളിയുള്ളവന് പുറപ്പാടുണ്ട്. ഒരു ആമേൻ പറഞ്ഞേ. ഇന്ന് യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ, നിന്റെ മേൽ വിളിയുണ്ടെങ്കിൽ നിനക്കൊരു പുറപ്പാടുണ്ട്. കർത്താവ് ചിലടുത്ത് വെച്ച് നിന്നെ അനുഗ്രഹിക്കത്തില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ചും ദൈവം ചിലപ്പോൾ നിന്നോട് സംസാരിക്കത്തില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ചും ദൈവം നിന്നോട് ചിലപ്പോൾ ആലോചനയൊന്നും പറയത്തില്ല. പക്ഷേ അബ്രാമേ, നിന്നെ ഏകനായിട്ടാണ് കണ്ടേ. നീ ഏകനായിട്ട് നിൽക്കുമ്പോൾ തന്നെ ദൈവശബ്ദം നിന്നെ കേൾപ്പിക്കും. നിന്നെ ഏകനായിട്ടാണ് വിളിച്ചേ. നീ ഏകനായിട്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മറുപടികൾ നിന്റെ അടുത്തേക്ക് വരും.
ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകേണ്ടതെന്ന് ചോദിക്കേണ്ടി വരാതെ നീ ഡൈവേർട്ട് ചെയ്യേണ്ട ചില ഇടം വരുമ്പോൾ, നീ ഡീവിയേഷൻ എടുക്കേണ്ട ചില ഇടം വരുമ്പോൾ ദൈവാത്മാവ് തന്നെ നിന്നോട് സംസാരിക്കും. അതാണ് അബ്രഹാമും ദൈവവും തമ്മിലുള്ള ബന്ധം. വിളിയുള്ളവന്റെ പ്രത്യേകത, അവനൊരിടത്ത് കെട്ടിക്കിടക്കത്തില്ല, അവനോട് ഇറങ്ങാൻ കർത്താവ് പറയും. ഇന്ന് നീ വീടിനകത്ത് അടയ്ക്കപ്പെട്ടു പോയെങ്കിൽ, ഒരു ജയിൽ അറയ്ക്കകത്തെന്ന പോലെയാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ, വിളി നിന്റെ മേൽ കിടപ്പുണ്ടോ? ഈ അറയ്ക്കകത്ത് വെച്ച് നിന്നെ ഒരുക്കേണ്ട പോലെ എല്ലാം ഒരുക്കും, കാണിക്കേണ്ട പോലെ എല്ലാം കാണിക്കും, അറിയിക്കേണ്ട പോലെ എല്ലാം അറിയിക്കും. അവസാനം കർത്താവ് നിന്നെ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങാൻ പറയും. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. വിളിയുള്ളവന്റെ പ്രത്യേകത, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവന് പുറപ്പാടുണ്ട്. ദൈവം അവനെ പുറപ്പാടിനായിട്ട് ഒരുക്കി. അടുത്ത ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. വിളിയുള്ളവൻ എന്തോ ഉണ്ട്? പുറപ്പാടുണ്ട്. പക്ഷെ മക്കളെ, വിളിയുള്ളവനെ എപ്പോഴും ഒറ്റപ്പെടലിന്റെ അനുഭവം ഉണ്ടാവും. നമ്മള് ചങ്കം കരളുമായിട്ട് കാണുന്ന ചില വ്യക്തികളൊക്കെ നമ്മുടെ മേൽ ശരിക്കും ദൈവത്തിന്റെ വിളി അങ്ങോട്ട് വെളിപ്പെട്ടാലുണ്ടല്ലോ, മെല്ലെ അകന്നു പോകാൻ തുടങ്ങും. വിളിയുള്ളവനെ ദൈവം അനുഗ്രഹിക്കും. സമ്പത്ത് നൽകി അനുഗ്രഹിക്കും, മക്കളെ നൽകി അനുഗ്രഹിക്കും, മൃഗങ്ങളെ നൽകി അനുഗ്രഹിക്കും, എല്ലാം നൽകി അനുഗ്രഹിക്കും. നിനക്ക് അനുഗ്രഹം വർദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ ചിലതിന് കണ്ണുകടികളാവും. അത് അക്കാലത്തുണ്ട് ഇക്കാലത്തുണ്ട്. സമ്പത്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ കൂടുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ അത് നടന്നു. അബ്രഹാമിന്റെ ജീവിതത്തിലെ അത് നടന്നു. ആരാ? ലോത്ത. സഹോദരങ്ങൾ തന്നെ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകുന്ന രീതിയിൽ സ്വന്തം സഹോദരനെ പോലെ കണ്ട്, അല്ലെങ്കിൽ സ്വന്തം മകനെ പോലെ കണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ട്, അല്ലെങ്കിൽ എൻ്റെ എല്ലാം എല്ലാം എന്നുള്ള രീതിയിൽ കണ്ടിരുന്ന ലോത്ത് പറയുകയാണ്, നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. വിളിയുള്ളവൻ അങ്ങനെയും കൂടെ ഉണ്ട് കേട്ടോ. വിളിയുള്ളവൻ അപ്രതീക്ഷിതമായി ചില വ്യക്തികളൊക്കെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. വിളിയുള്ളവന് അപ്രതീക്ഷിതമായി ചില ആഘാതങ്ങൾ, ട്രോമ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ അബ്രഹാം അവിടെ ആത്മീയ ജീവിതത്തിൽ വീണൊന്നുമില്ല. ആത്മീയ ജീവിതം ഒരുമിച്ച് തുടങ്ങിയിട്ട് പകുതി വഴിയിൽ വെച്ച് വിട്ടേച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അബ്രഹാം ട്രോമ അടിച്ച് കടന്നൊന്നുമില്ല. ജീവിതത്തിൽ അവധ്യത്തോളം കൂടെ കാണൂ എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടിയിട്ട് പകുതി വഴി വെച്ച് നിങ്ങളെ മനസ്സിലാക്കാതെയൊക്കെ സെപ്പറേറ്റ് ആയി പോയാൽ ഇവിടെ അബ്രഹാമിന് സംഭവിച്ചു. അബ്രഹാം അവിടെ ട്രോമ അടിച്ച് കടന്നൊന്നുമില്ല. അബ്രഹാം ലോത്ത് സംസാരിച്ചതും കേട്ടു, ദൈവം സംസാരിച്ചതും കേട്ടു. അബ്രഹാം വില കൊടുത്തത് ദൈവത്തിന്റെ ശബ്ദത്തിനാണ്. നീ വില കൊടുക്കുന്നതനുസരിച്ചാണ് നിന്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള ഗതികളെ ദൈവം തെളിച്ചു കാണിക്കുന്നത്. അബ്രഹാമിനോട് എന്താ പറഞ്ഞെന്നറിയാമോ നിങ്ങൾക്ക്? നോക്കിയേ, ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം ഒന്ന് ശ്രദ്ധിച്ചേ. വിളിയുള്ളവന്, തെരഞ്ഞെടുപ്പുള്ളവന്, ദൈവം തിരിഞ്ഞു നോക്ക എന്ന് പറയുന്നവന്, ദൈവം കാണിക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കുന്നവന്, ചില വ്യക്തികൾ നിന്നെ വിട്ടുപോകും. ചില വ്യക്തികൾ നിന്നെ മറക്കും. ചില വ്യക്തികൾ നിങ്ങളെ കൈയൊഴിഞ്ഞെന്ന് വരും. നിങ്ങളെ മനസ്സിലാക്കാതെ, നിങ്ങളെ വളരെ നികൃഷ്ടമായി നിങ്ങളെ തള്ളിയെന്ന് വരും. വിട്ടു പിരിഞ്ഞു എന്ന് തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. വിട്ടു പിരിഞ്ഞു. ചില വ്യക്തികൾക്ക് അകന്നു പോകുമ്പോൾ വല്ലാതെ ദീർഘവർഷം അതിൻ്റെ ദുഃഖവും പേറി ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദീർഘനാളുകളായി ആരെങ്കിലുമൊക്കെ വിട്ടു പിരിഞ്ഞ ശേഷം, ആരെങ്കിലുമൊക്കെ അകന്നു പോയ ശേഷം, ആരെങ്കിലുമൊക്കെ എനിക്കിനി ഇനി മേലെ എന്നെ വിളിച്ചു പോകരുത് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം പിന്നെ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, നമ്മളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ഒരു ബന്ധവും ഇല്ല, ഇവിടെ തീർന്നു എല്ലാം എന്ന് പറഞ്ഞ് മുറിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ ഇതുവരെ ആത്മീയ ജീവിതം നേരെ ചൊവ്വെ മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. അബ്രഹാമിനെ വിട്ട് ലോത്ത് പോയപ്പോ ലോത്ത് അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു. ലോത്ത് ട്രോമയായി. ലോത്തിന്റെ ഒരു വശം അബ്രഹാം അവിടെ ട്രോമയായി. അബ്രഹാമിന്റെ ഒരു വശം തളർന്നു. അബ്രഹാം ദൈവത്തെ മറന്നു. അങ്ങനെയൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല. അബ്രഹാം പറഞ്ഞെങ്ങനെയാണ്? കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലതും എടുത്തുകൊണ്ട്, സഹോദര നീ എവിടെയും പോയി ജീവിക്കും, നിനക്ക് നിന്റെ വഴി, ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, നീ പൊക്കോ. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴിച്ചെലവും കൂടെ കൊടുത്ത് വിട്ടേക്കുക, പിടിച്ചു നിർത്തരുത്. ഇവൻ പോയതിന് ശേഷം ദൈവത്തിന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്.
ആമേൻ. കേട്ടോ, ആരെയും പിടിച്ചു നിർത്തരുത്. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിന്റെ കയ്യിലുണ്ടെങ്കിൽ വഴി ചെലവും കൂടെ കൊടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടേക്കുക. അവൻ നിന്റെ അടുത്ത് നകന്നതിന് ശേഷം നിന്നോട് മാത്രമായിട്ട് ദൈവത്തിനൊന്ന് പറയാനുണ്ട്. കൽദയ ദേശത്തിലെ ഊരിൽ നിന്ന് അബ്രാമിനെ ദൈവം വിളിച്ചത് ലോത്തിനെ കൂടെ പിടിച്ചു വെച്ചോണ്ടല്ല. എടോ, ഏകനായിട്ട് അബ്രാമിനെ ദൈവം വിളിച്ചേ. അബ്രാം ഏകനായിട്ട് വിളിച്ചത് ഒരു സൈനാണ്. കാരണം എല്ലാ കാലത്തും എല്ലാരും കൂടെ കാണത്തില്ല എന്നുള്ളത് തന്നെ. നന്നായിട്ട് നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അകാരണമായി ചില വ്യക്തികൾ അകന്നു പോകും. അകാരണമായി ചില പ്രശ്നങ്ങൾ നിന്റെ തലയ്ക്ക് മേളി വന്ന് വീണതുപോലെ തോന്നും. അകാരണമായി ചില കാര്യങ്ങൾക്ക് നീ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. നന്നായിട്ട് ദൈവമുഖം നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ കണ്ണ് എങ്ങനെയൊക്കെ മറയ്ക്കാം ആ രീതിയിലെല്ലാം പ്രശ്നങ്ങൾ നിന്റെ കണ്ണ് മുന്നേ കൊണ്ടുവരും. അബ്രഹാമിന്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. ലോത്ത് വിട്ടേച്ചും പോയി. പക്ഷെ അബ്രഹാം വെറുത്തൊന്നുമില്ല കേട്ടോ. വെറുക്കരുത്, ആരും വെറുക്കരുത്, അതിനൊന്നും നമുക്ക് പ്രമാണമില്ല. പക്ഷെ പോകുന്നവരെ പിടിച്ചു നിർത്തരുത്. കാരണം എന്താണെന്നറിയാമോ? ഏകനായി വിളിച്ച, ഏകാന്തതയിൽ കിടന്ന, വിഗ്രഹാരാധിയായിരുന്ന അബ്രഹാമിനെ പരിശുദ്ധാത്മാവായ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ ഈ അബ്രഹാമിനെ കർത്താവ് ഇൻഡിപെൻഡന്റ് ആയിട്ടാ കണ്ടേ. ഇൻഡിപെൻഡന്റ്. ഒറ്റയ്ക്ക് എനിക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്ന കാര്യങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കിരുന്നൊന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നെങ്കിൽ, ഒറ്റയ്ക്കൊന്നും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്നെങ്കിൽ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ദൈവം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ദൈവത്തിന് സുഹൃത്തെ, 10-30 പേരെ ഒരുമിച്ച് വിളിച്ച് നിർത്തി സാക്ഷിയ കൂടാരവും ഒക്കെ ചമച്ച് വെച്ചിട്ടല്ല ദൈവം കണ്ട സ്നേഹിച്ചവരോട് സംസാരിച്ചിട്ടുള്ളത്. ഉറങ്ങുമ്പോൾ ദൈവം സംസാരിച്ചു, ഒറ്റയ്ക്കായിരുന്നവ സംസാരിച്ചു, കരഞ്ഞുകൊണ്ടിരുന്നവ സംസാരിച്ചു, മരിക്കാൻ പോയി കിടന്നവ സംസാരിച്ചു. അതൊക്കെ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഏകാന്തത അനുഭവിക്കുന്ന ചില വ്യക്തികളോടാണ് ഞാൻ ഈ ആത്മാവിൽ ദൂത് കൈമാറുന്നത്. നിങ്ങൾക്ക് ആരും ഇല്ലാത്തോണ്ടൊന്നല്ല, എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയില്ലേ, അവരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എല്ലാവരും ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു സാധനം മാറാതെ നിൽക്കുന്നില്ലേ, നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം. ഇൻഡിപെൻഡന്റ് ആയിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗ്ലോറിയ ബഷൻതലബ. ദൈവത്തിന് നിന്നെ വ്യക്തിപരമായി ഒന്ന് കിട്ടിയാൽ കർത്താവ് നിന്നോട് സംസാരിക്കും. ഇന്ന് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആന്ന് പറയുമ്പോഴും, എന്നാൽ പിന്നെ കർത്താവിന് എന്നോട് സംസാരിച്ചൂടെ, ഞാൻ പണ്ടേ ഇൻഡിപെൻഡന്റ് ആയെന്ന് പറയുമ്പോഴും, നമ്മൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിലും കാഴ്ചയിൽ ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ നമ്മൾ പലതിനെയും ഡിപ്പെൻഡ് ചെയ്താ നിൽക്കുന്നത്. Am I right? നമ്മൾ കാഴ്ചയിൽ ഒരാൾ വന്ന് നോക്കുമ്പോൾ ഒറ്റയ്ക്കേ ഉള്ളോ എന്ന് ചോദിക്കും. കാഴ്ചയിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷേ നമ്മൾ മാനസികമായി പലതിനെ ഡിപ്പെൻഡ് ചെയ്താ നിൽക്കുന്നത്. ശരിയല്ലേ? മാനസികമായിട്ട് പലതിനെ ഡിപ്പെൻഡ് ചെയ്താ നിൽക്കുന്നത്. എല്ലാവരും ഒഴിവാക്കട്ടെ. ഈ ലോത്ത് കളഞ്ഞേച്ചു പോയതുപോലെ കളഞ്ഞേച്ചു പോയാലേ നമ്മളൊക്കെ നന്നാവൂ. ഈ ലോത്ത് ഇട്ടേച്ചു പോയത് അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അനുഗ്രഹിക്കപ്പെടാൻ കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒന്നും കൂടെ നിർത്തത്തില്ല കേട്ടോ ദൈവം. അനുഗ്രഹിക്കപ്പെടാനേ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ ചില ലോത്തിനെയൊക്കെ കർത്താവ് പറഞ്ഞങ്ങ് വിടും. ഇയാള് പറഞ്ഞങ്ങ് വിടും. കാരണം ലോത്തിന്റെ രീതികൾ പലതും, ലോത്ത് നല്ലൊരു മനുഷ്യനാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, ദൈവഭയമുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് ചില രീതികൾ ശരിയല്ല. ചില രീതികൾ ശരിയല്ല. നമ്മളും അബ്രഹാം ആണെങ്കിലും നമുക്ക് ചില സമയം ലോത്തിന്റെ സ്വഭാവം കയറി വരാറുണ്ട്. ഇല്ലാന്ന് പറയരുത്. നമ്മൾ അബ്രഹാം ആണെങ്കിലും ചില സമയം നമുക്ക് ഈ ലോത്തിന്റെ സ്വഭാവം കയറി വരാറുണ്ട്. നമ്മളിപ്പോ യേശു ക്രിസ്തുവാന്ന് പറഞ്ഞാലും നമുക്ക് ബെറിയേശുവിന്റെ സ്വഭാവം കയറി വരാറുണ്ട് ചില സമയത്ത്. അത് ഈ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ പോരാട്ടമാണ്, അല്ലേ? നമ്മൾ യേശു ക്രിസ്തുവിനെ പോലെ ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും ചില സമയം ബെറിയേശുവിന്റെ സ്വഭാവം കയറി വരാറുണ്ട് നമുക്ക്. ഇതൊക്കെ 2 വചനത്തിലുള്ള ആൾക്കാരാട്ടോ. ദൈവം അതല്ല കേട്ടോ ആഗ്രഹിക്കുന്നത്. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ലോത്ത് വിട്ടേച്ചു പോയപ്പോ അബ്രഹാം, അയ്യോഹന്റെ ഒരു സ്ഥലം പോയേ, എന്റെ വലം കൈയായിരുന്നവൻ എന്ന് പറഞ്ഞ അബ്രഹാം അവിടെ നീണ്ടു നടന്ന് കിടന്നൊന്നുമില്ല. അബ്രഹാം അടുത്ത നിയോഗം തേടി ഇറങ്ങി. നീ അവിടെ പലരും വിട്ടേച്ചു പോയതിന്റെ ആഘാതവും സഹിച്ചിരിക്കുന്ന നിന്റെ സമയം നഷ്ടം.
കർത്താവ് ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്, ഇവനൊന്ന് നോർമലായെങ്കിൽ ഇവനോട് സംസാരിക്കായിരുന്നു. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോഴും നമ്മൾ പലതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. മാനസികമായി നമ്മൾ എന്തിനെയൊക്കെയോ ഡിപ്പെൻഡ് ചെയ്യുന്നു. കർത്താവിന് ആ ലൈൻ എല്ലാം കട്ട് ചെയ്ത് കിട്ടണം കേട്ടോ. ആ ലൈനൊക്കെ കട്ട് ചെയ്ത് കിട്ടണം. കാരണം ദൈവത്തിൻ്റെ രീതികളും നമ്മുടെ ഡിപ്പെൻഡിങ് മെന്റാലിറ്റിയും തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആകുന്നില്ല. അതുണ്ടേലേ പറ്റൂ, ഇതുണ്ടേലേ പറ്റൂ, അവരുണ്ടേലേ പറ്റൂ, അവർ പ്രാർത്ഥിച്ചാലേ പറ്റൂ, നമ്മുടെ ഈ ഒരു സംഭവമാണ് ദൈവത്തിന് തടസ്സം. പക്ഷേ ഇങ്ങോട്ട് നോക്കിയേ, ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, ലോത്ത് പോയി എന്ന് പറഞ്ഞ അബ്രഹാം സംസാരിക്കാൻ ആളില്ലാണ്ടൊന്നും ഇരുന്നില്ല കേട്ടോ. ദൈവം ഇറങ്ങി സംസാരിക്കാൻ. മനസ്സിലായോ? ലോത്ത് വിട്ടേച്ചു പോയി എന്ന് പറഞ്ഞ അബ്രാമിനോട് സംസാരിക്കാൻ ആളില്ലാണ്ടൊന്നും ആയില്ല. ലോത്ത് മാറി അടുത്ത സെക്കൻഡിൽ പുതു ശബ്ദം വന്നു. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഇത് പ്രാപിച്ചെടുക്കണം. ചിലര് മാറി എന്ന് പറഞ്ഞ് അവിടെ പിന്നെ ആ സ്പേസ് വേക്കന്റ് അല്ല, അവിടെ ദൈവശബ്ദം കൊണ്ട് ഫില്ല് ചെയ്യുന്ന ഒരു അബ്രഹാമിനെയാണ് ഞാൻ കാണുന്നത്. ചില ബന്ധങ്ങൾ വിട്ടുപോയി, ആ വേക്കൻസി ദൈവത്തെ കൊണ്ട് ഫില്ല് ചെയ്ത ഒരു അബ്രഹാമിനെയാണ് ഞാൻ അവിടെ കാണുന്നത്. ഇതെന്തൊരു ദൈവം എന്ന് ചോദിച്ച് ദൈവത്തിന് നേരെ ചൂണ്ടുവിരൽ ചൂണ്ടുന്ന ഒരു സാധാരണ മനുഷ്യനെ അല്ല, കൽദയ ദേശത്തിലെ ഊരിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച അബ്രാമിൽ ഞാൻ കാണുന്നത് തികഞ്ഞ ദൈവിക ബോധ്യങ്ങളാണ്. ജാതി അനുഭവത്തിൽ നിന്നൊക്കെ എന്നെപ്പോലെ ഉള്ള ഒത്തിരി പേരെ ദൈവം വിളിച്ച് വേർതിരിച്ചിട്ട് ചില ബന്ധങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ഒന്ന് അകറ്റി നോക്കുമ്പോ, ഇതിനാണോ എന്നെ വിളിച്ച് വേർതിരിച്ചേ? ഇതെന്റെ ജീവിതത്തിൽ തരാനാണോ എന്നെ വിളിച്ചെടുത്തേ? എന്റെ പേർ ചൊല്ലി വിളിച്ചു എന്നൊക്കെ പറഞ്ഞേ എന്ന് ചോദിച്ച് ചൂണ്ടുവിരൽ ചൂണ്ടുന്ന എത്രയോ വ്യക്തികൾ ഇന്ന് ആത്മീയ ഗോളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുമ്പോ അബ്രഹാമിനെ പോലെ ചിലരെ ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് വേണം. ലോത്ത് വായടച്ചതും ദൈവം വായ തുറന്നു. ചിലർ വായടച്ചത് നല്ലതാണ്, ചിലർ കൈമടക്കിയത് നല്ലതാണ്, ചിലർ പുറകിലോട്ട് വലിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ്. ഇതിന്റെ എല്ലാം കുറവ് തീർത്ത് ദൈവം നിന്റെ അടുത്തേക്ക് കയറി വരും. പരിചയം എവിടെ ഇരിക്കുന്നേ? പരിചയം ചേർന്നായിരിക്കുന്നേ അല്ലേ? പരിചയം എവിടെയാണോ ഇരിക്കുന്നത്? പരിചയം ചേർന്നായിരിക്കുന്നത്. ഐ ആം യുവർ ഷീൽഡ് എന്ന് കർത്താവ് പറയുമ്പോ, ഞാൻ നിന്റെ പരിചയമാകുന്നു എന്ന് പറയുമ്പോ, പരിചയം അടുക്കളയെ കൊണ്ട് വെച്ചേക്കുമല്ല ചെയ്യുന്നത്. പരിചയം എപ്പോഴും ഒരു യുദ്ധവീരന്റെ കൂടെ ചേർന്ന് നിൽക്കും. കാരണം എന്താ? ഓർക്കാപ്പുറത്ത് എങ്ങാനും വന്നാൽ എടുത്തു കാണിക്കാൻ വേണ്ടി ചേർന്ന് നിൽക്കുന്ന ദൈവം. പലരും അകന്നു പോയാലും ചേർന്ന് നിൽക്കുന്ന ദൈവം, പലരും കൈവിട്ടാലും ചേർന്ന് നിൽക്കുന്ന ദൈവം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നോക്കി. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. 11:8 കണ്ടോ? വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. നിങ്ങളിലും പലർക്കും അതുപോലെയൊക്കെ തന്നെ. എന്റെ ജീവിതം എങ്ങോട്ടാ കർത്താവേ ചോദിക്കുന്നവരിന്നത് കാണും. എന്റെ ജീവിതം ഇത് എങ്ങോട്ടാ കർത്താവേ പോകുന്നത്? കുഞ്ഞെ, നിന്നെ വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് വേണം, എങ്ങോട്ടാ കർത്താവേ പോകുന്നത്? ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ വിഡ്രോ ചെയ്യണം. വിളിച്ചു ഇറക്കി, ഇത്ര അബ്രഹാമിന് അറിയാം, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തുമില്ല. പക്ഷെ ഒരു കാര്യം, 8-ാമത്തെ വാക്യത്തിന്റെ തുടക്കം വായിക്കണം. വിശ്വാസത്താൽ. ഈ വിശ്വാസം ഇല്ലാത്ത വിശ്വാസികളാണ് പക്ഷെ വിശ്വാസം ഇല്ലാത്ത വിശ്വാസികളാണ് എങ്ങോട്ടാ കർത്താവേ ഈ ജീവിതം പോകുന്നേ എന്ന് നമ്മൾ ആശങ്കയിൽ ചോദിക്കുന്നത്. പക്ഷെ എഴുതി വെച്ചേക്കുന്ന ശ്രദ്ധിച്ചായിരുന്നോ ലേഖകൻ? വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു.
ഇന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചിട്ട് ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു. കാത്തിരിക്കുന്ന നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കാത്തിരിക്കുന്നതൊന്നും വെറുതെയല്ല, നീ പ്രാർത്ഥിക്കുന്നതൊന്നും വെറുതെയല്ല. വിശ്വാസത്താൽ നീ ഇറങ്ങി പുറപ്പെട്ടു. കർത്താവ് നിന്നെ കാണിക്കാമെന്ന് പറഞ്ഞ ദേശം കാണിക്കും. ദൈവം നിനക്ക് നൽകാമെന്ന് പറഞ്ഞത് നൽകും. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞത് ചെയ്യും. ചോദ്യം ചെയ്യാത്ത ഒരു ജീവിതം, അതാണ് വിളിയുള്ളവന്റെ പ്രത്യേകത. ശരിയായ വിളിയുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത അത്. ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ജീവിതം അവനുണ്ടാവും. ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല, ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു ജീവിതം അവനുണ്ടാവും. അതാണ് ലേഖകൻ പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 4:16 വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 4:16. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികൾ ആകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും, ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രാഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാക്കേണ്ടതിന് തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിഗ്രഹങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം വിളിച്ചപ്പോ സംശയം കൂടാതെ നിഷ്കപട ഹൃദയത്തോടുകൂടെ ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യനെ, സാധാ മനുഷ്യനെ, നമ്മളെപ്പോലൊരു മനുഷ്യനെ ദൈവം ഈ നിലവാരത്തിൽ അനുഗ്രഹിക്കുകയല്ല, ഐശ്വര്യമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ബഹുജാതികൾക്ക് പിതാവാക്കി അപ്പോയിന്റ് ചെയ്ത് വെക്കത്തക്ക നിലകളിൽ ദൈവഹൃദയത്തിൽ സ്ഥാനം പിടിച്ചതിൻ്റെ പിന്നിൽ നമ്മൾ വായിച്ച വചനം പോലെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാമത്തെ അധ്യായം പോലെ, നീതിയെ ഇഷ്ടപ്പെട്ട് യഹോവയെ അന്വേഷിച്ച് പിന്തുടർന്ന ഒരൊറ്റ സ്വഭാവ സവിശേഷതയായിരുന്നു ഞാൻ അബ്രഹാമിൽ കണ്ടത്. ദൈവമക്കളെ, നിങ്ങളുടെ നന്മയൊന്നും ഒരു സാത്താനും ബന്ധിക്കാനൊക്കത്തില്ല. നിങ്ങളുടെ ഓരോ അനുഗ്രഹങ്ങളും പിശാചിനെ കെട്ടാനൊക്കത്തില്ല. വായിച്ചതായ വചനം പോലെ നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരായാൽ നമ്മെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുന്നവരായാൽ ദൈവം നിന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും. നീതി പൂർവം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നും ഏശത്തില്ല, ഒരു ദുഷ്ടനും ക്ലൈം ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ വാക്കും ശബ്ദവും കേൾക്കുമെന്ന് പറയുന്നത്. നീതിയെ ഇഷ്ടപ്പെടുകയും യഹോവയെ അന്വേഷിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവർ യഹോവയുടെ വചനം കേൾപ്പിനെന്ന് പറഞ്ഞത്, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നീതിയെ ഇഷ്ടപ്പെടുന്ന, നീതിയെ പിന്തുടരുന്ന, യഹോവയെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ദൈവം നിങ്ങളെ അതിനായി കണ്ടിരിക്കുമ്പോൾ, നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി വിളിച്ചിരിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ദൈവത്തോടൊന്ന് പറഞ്ഞേ, പിതാവേ, എനിക്ക് എന്നെ വിളിച്ച അങ്ങ് എന്നോട് പറഞ്ഞ ആ വാഗ്ദത്തം അബ്രഹാമിന്റെ ജീവിതത്തിൽ നിറവേറ്റിയതുപോലെ എൻ്റെ ജീവിതത്തിലും നിറവേറ്റണം. ഞാൻ അതിനായി അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു എന്നൊന്ന് പറഞ്ഞാട്ടെ. എല്ലാ ദൈവമക്കളും വായിച്ചതായ തിരുവെഴുത്തുപോലെ ദൈവത്തിന്റെ വിളി നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ പേര് നിശ്ചയമായിട്ട് മാറും. ദൈവം നിന്റെ പരിചയമായി മാറും. നിനക്കൊരു പുറപ്പാടുണ്ടാകും. ആരൊക്കെ നിന്നെ വിട്ടു പിരിഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ വിട്ടു പിരിഞ്ഞാലും നിശ്ചയമായിട്ടും ദൈവം നിന്റെ പരിചയമായിട്ടിരിക്കും. ചോദ്യം ചെയ്യാത്ത ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ
നീ വിശ്വാസത്താൽ ചിലതിന് അവകാശിയായി തീരും. ഇത്രയുമാണ് നമ്മളിന്ന് ചിന്തിച്ച്. പ്രാർത്ഥിച്ച് നിന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള നന്മകളെയും അനുഗ്രഹങ്ങളെയും ഒക്കെ തടയുന്നത് യേശുവിൻ്റെ നാമത്തിൽ തകരുകയാണ്. നിന്റെ ലൈഫിലേക്ക് വരാനുള്ളതിനെ, നീ അനുഭവിക്കാനുള്ളതിനെയൊക്കെ തടയുന്ന സകലതിനെയും പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യാണ്. ഈ സെക്കൻഡിൽ എന്തോ ഭയങ്കരമായൊരു ദൈവ സാന്നിധ്യം ചിലരുടെ മേലത് ഹോവർ ചെയ്യുന്ന പോലെ. റാസ്മാൻറ്റിൽ ബ്രഹോഷിയാൽ ഖമന. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നിന്നെ കുഴിച്ചെടുത്ത ഗർഭക്കനിയിലേക്ക്, സാറായിങ്കിലേക്ക്, ഒരു പ്രതീക്ഷകളും ഇല്ലാതിരുന്ന സാറായിലേക്ക് ഒരു പ്രതീക്ഷയുടെ ഒരു വാക്ക് വന്ന് പതിച്ചപ്പോൾ ഫലം പുറപ്പെട്ട പോലെ, യെസ്, നിന്നെ ഫലമുള്ളൊരു വ്യക്തിയാക്കി പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞാൻ എന്നെ കാണുന്ന ഓരോരുത്തർക്കായും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഇപ്പോൾ തന്നെ ഇവരുടെ ലൈഫിനെ പരിശുദ്ധാത്മാവ് ട്രാൻസ്ഫോം ചെയ്താട്ടെ. ഇവരുടെ ലൈഫിനെ പരിശുദ്ധാത്മാവ് ട്രാൻസ്ഫോം ചെയ്താട്ടെ. ഇവരുടെ ലൈഫിലേക്ക് ഒരു ദൈവ സാന്നിധ്യം ഇപ്പോൾ ഒഴുകി ഇറങ്ങണമേ പിതാവേ. ദൈവ സാന്നിധ്യം ഒഴുകി ഇറങ്ങണമേ. പരിശുദ്ധാത്മ സാന്നിധ്യം ഒഴുകി ഇറങ്ങണമേ. ദൈവകൃപ ഇവരുടെ മേൽ ഒഴുകി ഇറങ്ങണമേ. In the name of Jesus Christ. ദൈവ സാന്നിധ്യം ഇവരുടെ മേൽ ഒഴുകി ഇറങ്ങണമേ. ദൈവകൃപ ഇവരിലേക്ക് പകരപ്പെടട്ടെ. കേൾക്കപ്പെട്ട വചനം പോലെ ഇവരുടെ ജീവിതം വിടുതൽ പ്രാപിക്കട്ടെ. ജനവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതിനായി നന്ദി. എല്ലാ മഹത്വം അങ്ങേയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രെയർ ഹാളിൻ്റെ പണിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ 3 days ഫാസ്റ്റിംഗ് പ്രെയറിനെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾ പങ്കെടുക്കണം. സൂമിലും യൂട്യൂബിലും അതിൻ്റെ ലൈവ് സർവീസ് ഉണ്ട്. അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാർ നമ്മെ ശുശ്രൂഷിക്കാനായി ആ ദിവസങ്ങളിൽ കടന്നു വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യുക. ഡിസംബർ മാസം, ഈ മാസം 21, 22, 23 തീയതികളിൽ, വ്യാഴം, വെള്ളി, ശനി 3 ദിവസങ്ങളിൽ നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രെയറിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്താട്ടെ. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പ്രതീക്ഷയോടെ നിങ്ങളെല്ലാവരും വരിക. മറ്റുള്ളവർക്കും കൂടെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ, അറിയിപ്പുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ തന്നെ എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നമുക്ക് സർവീസ് ഉണ്ട്. നിങ്ങൾ ഈ ചാനൽ തന്നെ വിസിറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊള്ളും. അപ്പോൾ നിങ്ങൾക്ക് മീറ്റിംഗ് മിസ് ചെയ്യാതെ പങ്കെടുക്കാനുള്ള ഒരവസരവും ഉണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ അറിയിക്കുക. അത്യാവശ്യ കോൾസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് പ്രാർത്ഥിക്കാനുമുള്ള അവസരം ഉണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അനുദിനം നടക്കുന്ന നമ്മുടെ മീറ്റിങ്ങുകൾ, പ്രാർത്ഥനകൾ, ഇതിനെ വഹിച്ച് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ. ഒരു കൂട്ടം ജനം നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. അവരെ ഓർത്തും നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പം നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും മീറ്റിങ്ങിലായിരുന്ന എല്ലാ ദൈവജനത്തോടും കേൾക്കപ്പെട്ട കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനോടും സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നും കർത്താവിൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ.